നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR Gold and Diamonds തൃപ്രയാർ. അന്തരിച്ച മുൻ MLA ബാബു എം പാലിശ്ശേരിക്ക് പ്രണാമമർപ്പിച്ച നാട്. കൊരട്ടിക്കരയിൽ സംസ്കാര ചടങ്ങിനെത്തിയത് ആയിരങ്ങൾ. അമ്മയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ മകന് ജീവപര്യന്തം കഠിന തടവ്. വടക്കേക്കാട് സ്വദേശി മനോജ് കുമാറിനെയാണ് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. ഇരിങ്ങാലക്കുടയിൽ 108 ഗ്രാം MDMA-യുമായി യുവാവ് പോലീസ് പിടിയിൽ. പുതുപ്പൊന്നാനി സ്വദേശി ഫിറോസാണ് പിടിയിലായത്. വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നതിനെ കണ്ണിയാണ് പ്രതിയെന്ന് പോലീസ്. മോട്ടോർ പ്രവർത്തിക്കാൻ വൈദ്യുതി എത്തിയില്ല. കാട്ടൂർ തെക്കുംപാടത്തെ കർഷകർ കൃഷിയിറക്കാൻ കഴിയാതെ പ്രതിസന്ധിയിൽ. വാർത്തകൾ വിശദമായി. ബാബു എം പാലിശ്ശേരി ഇനി ജ്വലിക്കുന്ന ഓർമ്മ. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ കൊരട്ടിക്കരയിലെ വീട്ടുവളപ്പിൽ നടന്നു. കുന്നംകുളം ഏരിയ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് കടവല്ലൂർ കൊരട്ടിക്കരയിലെ വീട്ടിലേക്ക് ബാബു എം പാലിശ്ശേരിയുടെ ഭൗതികദേഹം എത്തിച്ചത്. തുടർന്ന് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. മന്ത്രി ആർ ബിന്ദു, MLA-മാരായ AC മൊയ്തീൻ, സേവിയർ ചിറ്റ്ലപ്പള്ളി, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ്, മുൻ MP CN ജയദേവൻ, UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CB കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവർ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. മകൾ അശ്വതി, മകൻ അഖിൽ എന്നിവർ ചേർന്നാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. അമ്മയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ മകനെ ശിക്ഷിച്ചു. വടക്കേക്കാട് ചെമ്മണ്ണൂർ തലക്കാട്ട് വീട്ടിൽ മനോജ് കുമാറിനെയാണ് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി K കമനീസ് ജീവപര്യന്തം കഠിന തടവിനും 2 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചത്. 2022 സെപ്റ്റംബറിലാണ് പണം നൽകാത്തതിലുള്ള വിരോധത്തിൽ അമ്മ ശ്രീമതിയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയത്.
ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇവർ മരിച്ചത്. കേസിലെ നിർണായക സാക്ഷിയായ ശ്രീമതിയുടെ മകൾ വിചാരണവേളയിൽ കൂറുമാറിയിരുന്നു. എന്നാൽ സംഭവ സമയം വീട്ടിലുണ്ടായിരുന്ന മറ്റൊരു സഹോദരനായ കാഴ്ചപരിമിതിയുള്ള സുജിത് കുമാറിന്റെ മൊഴിയാണ് നിർണായകമായത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് KP അജയ്കുമാർ, അഡ്വക്കേറ്റ് രാജീവ് കുമാർ എന്നിവർ കോടതിയിൽ ഹാജരായി. ഇരിങ്ങാലക്കുടയിൽ 108 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിൽ. ബുധനാഴ്ച പുലർച്ചെ കോയമ്പത്തൂരിൽ നിന്നും KSRTC ബസ്സിൽ വന്നിറങ്ങിയ പുതുപ്പൊന്നാനി സ്വദേശി ഫിറോസ് ആണ് പോലീസിന്റെ പിടിയിലായത്. 2024 കഞ്ചാവ് പരിശോധനയ്ക്കിടെ മലപ്പുറം SIയെ വാഹനമിടിപ്പിച്ച കേസിൽ ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. ഇരിങ്ങാലക്കുടയിൽ വാടകയ്ക്ക് താമസിച്ച സ്കൂൾ വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും കഞ്ചാവ് വിതരണം ചെയ്യുന്ന സംഘത്തിലെ കണ്ണിയാണ് ഫിറോസ് എന്ന് പോലീസ് സംശയിക്കുന്നു. റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് ടീമാണ് പരിശോധന നടത്തി പ്രതിയെ പിടികൂടിയത്. മോട്ടോർ പ്രവർത്തിക്കാൻ വൈദ്യുതി എത്തിയില്ല. കാട്ടൂർ തെക്കുംപാടത്തെ കർഷകർ കൃഷി ഇറക്കാൻ കഴിയാതെ പ്രതിസന്ധിയിൽ. ഇരിങ്ങാലക്കുട മേഖലയിലെ പ്രധാന നെൽകൃഷി മേഖലയാണ് കാട്ടൂർ തെക്കുംപാടം. 400 ഏക്കറോളം വരുന്ന പാടശേഖരം കാട്ടൂർ, പടിയൂർ, കാറളം പഞ്ചായത്തുകളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഒക്ടോബർ പകുതിയോടെ ഈ മേഖലയിൽ കർഷകർ കൃഷി ഇറക്കാൻ ആരംഭിക്കും. പാടശേഖരത്തിലെ അധിക ജലം MM കനാലിലേക്ക് ഒഴുക്കിവിട്ടാണ് പാടം കൃഷിക്ക് സജ്ജമാക്കുന്നത്. എന്നാൽ പാടശേഖരത്തിലെ അധിക ജലം വറ്റിക്കുന്നതിനായി സ്ഥാപിച്ചിരുന്ന മോട്ടോർ കത്തിപ്പോയിരുന്നു. ഇതേ തുടർന്ന് ഇവിടെ സ്ഥാപിച്ചിരുന്ന ട്രാൻസ്ഫോർമർ KSEB എടുത്തുമാറ്റി. 4 മാസങ്ങൾക്ക് മുൻപ് കൃഷിവകുപ്പ് ലക്ഷങ്ങൾ വില വരുന്ന 50 HP മോട്ടോർ കർഷകർക്ക് അനുവദിക്കുകയും പാടശേഖരത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. മോട്ടോർ പ്രവർത്തിക്കുന്നതിനായി KSEBയിൽ അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ പഴയ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാൻ സാധിക്കില്ലെന്നും മോട്ടോർ പ്രവർത്തിക്കുന്നതിനായി പുതിയ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാനുമാണ് KSEB ഉദ്യോഗസ്ഥർ അറിയിച്ചത്. പുതിയ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കണമെങ്കിൽ 6.5 ലക്ഷത്തോളം രൂപ ചെലവ് വരും. ഈ തുക കർഷകർ നൽകിയാൽ മാത്രമേ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാനും മോട്ടോർ പ്രവർത്തിക്കാനും കഴിയുകയുള്ളൂ. ഇതോടെ കാട്ടൂർ തെക്കുംപാടത്തെ ഈ വർഷത്തെ നെൽകൃഷി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം പ്രതികൂല കാലാവസ്ഥ മൂലം 150 ഏക്കറോളം കൃഷി നശിച്ചിരുന്നു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കൊടുങ്ങല്ലൂരിൽ മരംമുറി വിവാദത്തിൽ ആരോപണ വിധേയയായ BJP കൗൺസിലർ രഞ്ജിത രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ യോഗത്തിൽ LDF പ്രമേയം. പ്രമേയത്തിന്മേലുള്ള ചർച്ചയ്ക്കിടയിൽ സ്വർണ്ണപ്പാളിയെ ചൊല്ലിയുണ്ടായ വാഗ്വാദം ബഹളത്തിൽ കലാശിച്ചു. കൗൺസിൽ യോഗം ആരംഭിച്ചയുടനെ സൊസൈറ്റി വാർഡ് കൗൺസിലർ രഞ്ജിത രാജിവെക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം CPM കൗൺസിലർ EJ ഹിമേഷ്, CPI കൗൺസിലർ MU ഷിനിജ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ചു. പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ സംസാരിക്കവേ BJP കൗൺസിലർ രശ്മി ബാബു സ്വർണ്ണപ്പാളി വിവാദത്തെ പരാമർശിച്ചു. ഇതിനെ CPM കൗൺസിലർ PN വിനയചന്ദ്രൻ ചോദ്യം ചെയ്തു. തുടർന്നുണ്ടായ വാക്തർക്കം ബഹളത്തിൽ കലാശിക്കുകയായിരുന്നു. ബഹളം മൂർച്ഛിച്ചതോടെ പ്രമേയവും അജണ്ടകളും പാസാക്കിയതായി അറിയിച്ച ചെയർപേഴ്സൺ TK ഗീത യോഗം പിരിച്ചുവിട്ടു. വിവാദമായ മരമുറിക്ക് നഗരസഭ അനുമതി നൽകിയിട്ടില്ലെന്നും സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ രഞ്ജിത രാജിവെക്കണമെന്നും ചെയർപേഴ്സൺ TK ഗീത, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ എന്നിവർ ആവശ്യപ്പെട്ടു. ഓരോ കൗൺസിലർമാരും അവരുടെ വാർഡിലെ ആ നഗരസഭയുടെ ആ വാർഡിലെ എല്ലാവരുടെയും സ്വത്തിനും ജീവനും മറ്റുള്ള എല്ലാത്തിനും സംരക്ഷണം കൊടുക്കേണ്ട വ്യക്തി തന്നെയാണ്. ആ വാർഡിലെ ഒരു വിധവയായ സ്ത്രീയുടെ പറമ്പിൽ കയറി മരം മോഷ്ടിക്കുകയും വിൽക്കുകയും ചെയ്തിട്ടുള്ളത് തികച്ചും ഇത് സത്യപ്രതിജ്ഞയ്ക്ക് വിരുദ്ധമായ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് രഞ്ജിത രാജീവൻ ഈ കൗൺസിലിൽ തുടരുവാൻ തികച്ചും യോഗ്യയല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. രഞ്ജിത രാജീവൻ ഈ കൗൺസിലിൽ നിന്ന് രാജിവെച്ച് അവരുടെ അധികാരത്തിൽ നിന്ന് ഒഴിയണമെന്നാണ് LDFന്റെ ആവശ്യം. പാലിയേക്കര ടോൾ വിലക്ക് സംബന്ധിച്ച് ഹൈക്കോടതി വെള്ളിയാഴ്ച തീരുമാനമെടുക്കും. മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ ഗതാഗതം സുഗമമല്ലെന്നിരിക്കെ ടോൾ വിലക്ക് ഹൈക്കോടതി വീണ്ടും നീട്ടുകയായിരുന്നു. ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് തുടരുന്നതായി കളക്ടറും കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ്, ഹരിശങ്കർ, V. മേനോൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ടോൾ പിരിവ് തുടരാൻ അനുവദിക്കണമെന്ന് ദേശീയപാത അതോറിറ്റി വീണ്ടും ഹൈക്കോടതിയോട് ആവശ്യപ്പെട്ടു. ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിനെതിരെ കൊടിക്കുന്നിൽ സുരേഷ് MP നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് ചേലക്കരയിൽ സ്വീകരണം നൽകി. AICC സെക്രട്ടറി PV മോഹനൻ ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, ജോസ് വള്ളൂർ, O. അബ്ദുറഹ്മാൻ കുട്ടി, C. ചന്ദ്രൻ, അനിൽ അക്കര തുടങ്ങിയവർ സംസാരിച്ചു.
ഷൊർണൂരിൽ 14-കാരനെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ചേലക്കര സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ജാസ്മിനെതിരെയാണ് കേസ്. അയൽവാസിയായ കുട്ടി ക്വാർട്ടേഴ്സിലേക്ക് കല്ലെറിഞ്ഞതായി ആരോപിച്ച് ജാസ്മിൻ മർദ്ദിച്ചെന്നാണ് പരാതി. ഷൊർണൂർ പോലീസിൽ കുട്ടിയുടെ മാതാവാണ് പരാതി നൽകിയത്. ക്വാർട്ടേഴ്സിലേക്ക് കല്ലെറിഞ്ഞത് തന്റെ മകനല്ലെന്ന് മാതാവ് പറയുന്നു. മർദ്ദനമേറ്റ 14-കാരൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. നിരോധിത പെലാജിക് വല ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ കർണാടക ബോട്ടുകൾക്ക് ഫിഷറീസ് വകുപ്പ് 15 ലക്ഷം രൂപ പിഴ ചുമത്തി. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം നിലവിൽ വന്നതിനു ശേഷം ഫിഷറീസ് വകുപ്പ് ചുമത്തുന്ന ഏറ്റവും ഉയർന്ന പിഴയാണിത്. 16 സെന്റിമീറ്ററിൽ താഴെ വലുപ്പമുള്ള 5000 കിലോ അരണ മത്സ്യവും ബോട്ടുകളിൽ നിന്നും പിടിച്ചെടുത്തു. ഈ ചെറുമത്സ്യങ്ങളെ പിന്നീട് പുറം കടലിൽ ഒഴുക്കിക്കളഞ്ഞു. മംഗലാപുരം സ്വദേശികളായ മുഹമ്മദ് ഇഫ്തിഖർ, റിസാന മുഹമ്മദ് ഫിറോസ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ബോട്ടുകളാണ് പിടിച്ചെടുത്തത്. കഴിഞ്ഞ ദിവസം കടലിൽ അനധികൃത മത്സ്യബന്ധനം നടത്തിയ 2 കർണാടക ബോട്ടുകൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ തടഞ്ഞുവെച്ച് ഫിഷറീസ് അധികൃതർക്ക് കൈമാറിയിരുന്നു. മുളങ്ങുന്നത്തുകാവ് പഞ്ചായത്തിലെ അരങ്ങഴിക്കുളം കുടിവെള്ള പദ്ധതി പ്രകാരം 70ഓളം വീടുകളിൽ ലഭിക്കുന്ന കുടിവെള്ളം ഉപയോഗശൂന്യമാണെന്ന് പരാതി. 1,98 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ശുദ്ധജല വിതരണം നടത്താൻ പഞ്ചായത്തിന് സാധിച്ചില്ലെന്ന് ഉപഭോക്തൃ സമിതി ചൂണ്ടിക്കാട്ടി. പലതവണ പഞ്ചായത്ത് പ്രസിഡന്റിനും ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടായിട്ടില്ലെന്നും ഉപഭോക്തൃ സമിതി ആരോപിച്ചു. നെൽകൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി പനങ്ങാട്ടുകര MND സ്കൂളിൽ വിദ്യാർത്ഥികൾ പാടത്തിറങ്ങി. പാഠ്യാനുബന്ധ പ്രവർത്തനമായി ജൈവ നെൽകൃഷി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ പാടത്തിറങ്ങിയത്. വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ PTA, MPTA എന്നിവരുടെ സഹകരണത്തോടുകൂടിയാണ് കുട്ടികൾ പാടത്തിറങ്ങിയത്. കല്ലമ്പാറ പ്ലാനി പാടശേഖരത്തിൽ ചേനോത്ത് പറമ്പ് ഷെയ്ഖ് ഹസന്റെ 60 സെന്റ് സ്ഥലം പാട്ടത്തിനെടുത്താണ് ഞാറുനടൽ നടത്തിയത്. ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു ഞാറുനടൽ. കൃഷിപ്പാട്ടിനൊപ്പം താളം ചവിട്ടിയാണ് കുട്ടികൾ ഞാറുനടൽ ഉത്സവത്തിൽ പങ്കെടുത്തത്. തുടർന്നു വരുന്ന കളപറിക്കൽ, വളമിടൽ, കൊയ്ത്ത് എന്നീ പ്രക്രിയകളിലെല്ലാം കുട്ടികളെ പങ്കെടുപ്പിക്കാനാണ് ലക്ഷ്യം. വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ഒത്തുചേർന്ന ഞാറുനടൽ പഴമയുടെ ഉത്സവാഘോഷങ്ങളിലേക്ക് തിരിച്ചുപോക്കായി. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E. ഉമാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് MP പ്രസാദ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ശ്രീധർ റോസ് ചാക്കോ, പ്രധാനാധ്യാപിക C. രേഖ, PTA പ്രസിഡന്റ് ഷിനി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമി പൊതുനന്മയ്ക്ക് സൗജന്യമായി വിട്ടുനൽകി മാതൃകയാകുകയാണ് കയ്പമംഗലത്തെ ഒരു ജനപ്രതിനിധി. കയ്പമംഗലം പഞ്ചായത്ത് അംഗം CJ പോൾസനാണ് തന്റെ 3.25 ഏക്കർ വരുന്ന ഭൂമി പൊതുകളിസ്ഥലത്തിനും ഭവനരഹിതർക്ക് സൗജന്യമായി നൽകുന്നത്. കയ്പമംഗലം RCUP സ്കൂളിന് കിഴക്കുഭാഗത്തുള്ള ഭൂമിയാണ് 10 പേർക്ക് വീട് നിർമ്മിക്കുന്നതിനും പൊതുകളിസ്ഥലത്തിനും മറ്റു പൊതു ആവശ്യങ്ങൾക്കുമായി പോൾസൺ കയ്പമംഗലം പഞ്ചായത്തിന് കൈമാറുന്നത്. ഇതിൽ 40 സെന്റ് ഭൂമി 10 ഭവനരഹിതർക്കാണ് നൽകുക. 13.6 സെന്റ് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന് കൈമാറും. 10 സെന്റ് ഭൂമി കൊടുങ്ങല്ലൂർ ആസ്ഥാനമായ ആശ്രയ അഗതി മന്ദിരത്തിന് നൽകും. ബാക്കി വരുന്ന സ്ഥലം കയ്പമംഗലം പഞ്ചായത്തിന് കളിസ്ഥലം നിർമ്മാണത്തിനായി ഉപയോഗിക്കും. 3 തവണ മികച്ച ഭൂരിപക്ഷത്തിൽ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പോൾസൺ തീരപ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തിയാണ്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ തീരദേശത്തെ ഏറ്റവും വലിയ കളിസ്ഥലമെന്ന സ്വപ്നം കയ്പമംഗലം പഞ്ചായത്ത് യാഥാർത്ഥ്യമാക്കുമെന്ന് പോൾസൺ പറഞ്ഞു. നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മുടെ തീരപ്രദേശത്ത് വർഷങ്ങൾക്ക് മുമ്പ് നിരവധി കളിസ്ഥലങ്ങൾ, പാടങ്ങളും ഒഴിഞ്ഞ സ്ഥലങ്ങളും നിരവധി ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചേറ്റും മുതൽ അഴീക്കോട് വരെയുള്ള പ്രദേശങ്ങളിൽ വളരെ വിരലിൽ എണ്ണാവുന്ന പ്രദേശങ്ങളിൽ മാത്രമേ ഒരു കളിസ്ഥലം അതും വലിയ വിശാലമായ കളിസ്ഥലങ്ങളൊന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ കയ്യിലുള്ള ഒരു 3.5 ഏക്കറുള്ള സ്ഥലം, അതിൽ കളിസ്ഥലത്തിന് 2.5 ഏക്കർ കൊടുക്കാനുള്ള തീരുമാനം അതാണ്. അതുകൂടാതെ തന്നെ കയ്പമംഗലത്തെ നിരവധി പേര്, നൂറുകണക്കിന് ആളുകൾ വീടില്ലാത്തതും അതുപോലെ വാസയോഗ്യമായ സ്ഥലമില്ലാത്ത ആളുകളൊക്കെ ഉണ്ട്.
അവർക്കും സഹായം ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഒപ്പം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടാണ് ഇതിനു വേണ്ടി വീട് വയ്ക്കാനുള്ള സ്ഥലം നൽകാൻ തീരുമാനിച്ചത്. ആയാലും ഈ നാടിന് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഈ നാട്ടുകാരെ ഏറ്റെടുത്തുകൊണ്ട്, ജനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഇത് വികസിപ്പിച്ച് നല്ലൊരു കളിസ്ഥലവും കാര്യങ്ങളായിട്ട് മാറ്റുമെന്ന കാര്യം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. വെള്ളിയാഴ്ച കയ്പമംഗലം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഭൂമി കൈമാറൽ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ഇ.ടി. ടൈസൺ എം.എൽ.എ, ബെന്നി ബെഹന്നാൻ MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കും. TCV ന്യൂസ്, കയ്പമംഗലം. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. തൃശൂർ കേരളവർമ്മ കോളേജ് മുൻ പ്രിൻസിപ്പൽ ND സുബ്രഹ്മണ്യന്റെ സ്മരണാർത്ഥം നടത്തുന്ന 10ാമത് NDS ക്രിക്കറ്റ് ടൂർണമെന്റിന് വെള്ളിയാഴ്ച തുടക്കമാകും. മുണ്ടൂർ ആത്രേയ ക്രിക്കറ്റ് അക്കാദമിയിലെ ടർഫ് മൈതാനത്ത് നടക്കുന്ന ടൂർണമെന്റിൽ KCL താരങ്ങൾ ഉൾപ്പെടുന്ന കേരളത്തിലെ 16 ടീമുകൾ പങ്കെടുക്കും. 2020 ഫോർമാറ്റിൽ രാവിലെയും ഉച്ചയ്ക്കുമായി ദിവസവും 2 മത്സരങ്ങളാണ് നടക്കുന്നത്. വിജയികൾക്ക് എവർ റോളിംഗ് സിൽവർ ട്രോഫിയും 50,000 രൂപയും, റണ്ണറപ്പുകൾക്ക് ട്രോഫിയും 30,000 രൂപയും സമ്മാനമായി നൽകും. ഈ മാസം 26-നാണ് ഫൈനൽ. തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ NDS ക്രിക്കറ്റ് ക്ലബ് പ്രസിഡന്റ് B. രാജേന്ദ്രൻ, ട്രഷറർ KP നാരായണൻകുട്ടി, ജനറൽ കൺവീനർ മദനഗോപാൽ, ടീം കോർഡിനേറ്റർ KS രാമദാസ് എന്നിവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായ അഡ്വക്കേറ്റ് OJ ജനീഷ് K. കരുണാകരന്റെ പൂങ്കുന്നത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ സന്നിധരായിരുന്നു. യൂത്ത് കോൺഗ്രസിനെ ഒരുമയോടെ മുന്നോട്ട് നയിക്കുമെന്ന് ജനീഷ് പറഞ്ഞു. UDYFിന്റെ പ്രവർത്തകരെ ആക്രമിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അവിടെ നിരന്തരമായി ഗ്രനേഡ് എറിഞ്ഞു. അതോടൊപ്പം തന്നെ ലാത്തിചാർജ് നടത്തി. ഒരു MP ഉൾപ്പെടെ ഈ സംസ്ഥാനത്തിനകത്ത് ഇത്തരത്തിൽ ഗുരുതരമായി മുഖത്ത് ലാത്തി കൊണ്ട് അടിയേറ്റ് വാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം പേരാമ്പ്രയിൽ ഉണ്ടായെന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനത്തിനകത്ത് പോലീസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഉയർന്നു വരികയാണ്. ഇപ്പോൾ പ്രതികാര നടപടിയുടെ ഭാഗമായി പോലീസ് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ കയറി അറസ്റ്റ് ചെയ്യുന്നു. ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. അങ്ങേയറ്റത്ത് ശക്തമായ പ്രതിഷേധമുണ്ടാകും. DYSP സുനിൽ, അദ്ദേഹം ഇന്ന് വെളുപ്പിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളരെ മോശമായ ഭാഷയിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അധിക്ഷേപിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഈ പോലീസുകാരെല്ലാം കണക്കാക്കി വെക്കുന്നത് എല്ലാ കാലത്തും പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ജനം തിരുത്താൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം ഇപ്പോൾ ചെയ്യുന്ന ഈ ദാസ്യപ്പണി ഇവർ അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ അത് യൂത്ത് കോൺഗ്രസ് അവസാനിപ്പിച്ചു കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വടക്കാഞ്ചേരി കുന്നംകുളം റോഡിലെ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തുന്നു. യാത്രക്കാരിയോട് ബസ് ജീവനക്കാരൻ മോശമായി പെരുമാറിയെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? സൂര്യ, ഇന്ന് ഉച്ചയ്ക്ക് ഒരു 1:30യോടെയാണ് വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയത്. ഇതിന് കാരണമായ സംഭവം എന്ന് അവർ പറയുന്നത്, ഇന്നലെ വടക്കാഞ്ചേരിയിൽ നിന്നും കുന്നംകുളം റൂട്ടിലോടുന്ന TVT ബസ്സിലെ ജീവനക്കാരനെ യാത്രക്കാരിയോട് അപമര്യാദയായി പെരുമാറിയെന്ന ഒരു പരാതിയിൽ പോലീസ് അയാൾക്കെതിരെ കേസെടുത്തിരുന്നു. എന്നാൽ ഈ കേസ് കള്ളക്കേസ് ആണെന്ന് ആരോപിച്ചാണ് സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു 1:30യോടെ വളരെ പെട്ടെന്ന് തന്നെ അവരൊരു മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ഇതോടെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ പെരുവഴിയിലായിരിക്കുകയാണ്. സൂര്യ. ശരി അരുൺ. വടക്കാഞ്ചേരി കുന്നംകുളം റോഡിലെ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തുന്നു. യാത്രക്കാരിയോട് ബസ് ജീവനക്കാരൻ മോശമായി പെരുമാറിയെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. വിവരങ്ങളാണ് അരുൺ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. KPCCയുടെ വിശ്വാസ സംരക്ഷണ ജാഥ ഇന്ന് തൃശൂർ ജില്ലയിൽ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും വിശ്വാസവഞ്ചനയും ആരോപിച്ചാണ് മാർച്ച്. കൊടിക്കുന്നിൽ സുരേഷ് MP ക്യാപ്റ്റനായും TN പ്രതാപൻ വൈസ് ക്യാപ്റ്റനുമായുള്ള വിശ്വാസ സംരക്ഷണ യാത്ര വൈകിട്ട് തൃശൂരിലെത്തും. ഇതോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ വൈകിട്ട് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
ഇന്ത്യൻ സേനകളിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സൗജന്യമായി പരീക്ഷാ പരിശീലനം നൽകുന്ന എരുമപ്പെട്ടി റീച്ച് ഫോർ ദി സ്റ്റാൻഡ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിച്ചു. നെല്ലുവായി ധന്വന്തരി ആയുർവേദ ഭവൻ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ ശ്രീകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. റീച്ച് ഫോർ ദി സ്റ്റാർസ് ചീഫ് കോർഡിനേറ്റർ മേജർ KP ജോസഫ് അധ്യക്ഷത വഹിച്ചു. എരുമപ്പെട്ടി ഫൊറോണ വികാരി ഫാദർ ജോഷി ആളൂർ, ജീവകാരുണ്യ പ്രവർത്തക ലളിത സ്വാമി, ആക്സ് പ്രവർത്തകൻ KA ഫരീദ് അലി, എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് MM റഷീദ് എന്നിവർ പങ്കെടുത്തു. കേരള പോലീസിൽ സബ് ഇൻസ്പെക്ടറായി നിയമിതനായ മൂന്നുമുറി ചേലക്കാട്ടുകര പുലിയോടത്ത് വീട്ടിൽ രാഹുൽ രഘുനാഥിനെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. KSSPU മറ്റത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് T ബാലകൃഷ്ണൻ മേനോൻ, IR ബാലകൃഷ്ണൻ, MK ബാബു, KR ശശികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. LDF സർക്കാരിന്റെ 10 വർഷത്തെ ഭരണം കേരളത്തെ ലഹരിമയമാക്കിയെന്ന് മദ്യവിമോചന മഹാസഖ്യം ആരോപിച്ചു. സർക്കാരിന്റെ ലഹരി വർജനവും എക്സൈസിന്റെയും പോലീസിന്റെയും ലഹരിവിരുദ്ധ ബോധവൽക്കരണവും കണ്ണിൽ പൊടിയിടലാണ്. UDF സർക്കാർ അടച്ചുപൂട്ടിയ ബാറുകൾ ഉൾപ്പെടെ തുറന്നു ഖജനാവ് നിറയ്ക്കുകയാണ് സർക്കാർ ചെയ്തത്. സർക്കാർ തല ബോധവൽക്കരണ പരിപാടികൾ പലതും കുട്ടികൾ ലഹരി ഉപയോഗത്തിലേക്ക് തള്ളിവിടുന്നതാണെന്നും മദ്യവിമോചന മഹാസഖ്യം കുറ്റപ്പെടുത്തി. UDFിൽ മാത്രമാണ് പ്രതീക്ഷയുള്ളത്. അതിനാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFിനെ പരസ്യമായി പിന്തുണയ്ക്കുമെന്നും മഹാസഖ്യം സംസ്ഥാന പ്രസിഡന്റ് EA ജോസഫ് തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എളവള്ളി യൂത്ത് ചേംബറിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ സെന്റർ ഉദ്ഘാടനവും മെഗാ മെഡിക്കൽ ക്യാമ്പും ഈ മാസം 19 നടക്കുമെന്ന് ഭാരവാഹികൾ പാവറട്ടിയിൽ അറിയിച്ചു. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ്. എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുരളി പെരുന്നലി MLA ഉദ്ഘാടനം നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ പ്രസിഡന്റ് TN ലെനിൻ, കൺവീനർ KP ശ്രീജിത്ത്, സെക്രട്ടറി സർഫാസ് മുഹമ്മദ്, ട്രഷറർ AS അഭിജിത്ത് എന്നിവർ പങ്കെടുത്തു. കേരള കലാമണ്ഡലത്തിൽ കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ അനുസ്മരണം സംഘടിപ്പിച്ചു. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. കലാസാഗർ പ്രസിഡന്റ് TK അച്യുതൻ അധ്യക്ഷത വഹിച്ചു. കലാനിലയം രാഘവൻ, കോട്ടയ്ക്കൽ ഗോപാല പിഷാരടി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കലാമണ്ഡലം ഈശ്വരനുണ്ണി അവതരിപ്പിച്ച ചാക്യാർകൂത്ത് അരങ്ങേറി. പാമ്പാടി പാമ്പുങ്കാവിലെ ആയില്യ ഉത്സവത്തിന് തുടക്കമായി. വ്യാഴാഴ്ച ആയില്യപൂജ, അഷ്ടപതി, പഞ്ചവാദ്യം, പ്രസാദൂട്ട് എന്നിവയുണ്ടാകും. ആയില്യപൂജയ്ക്ക് മേൽശാന്തിമാരായ ഗോപകുമാർ, നന്ദകുമാർ എന്നിവർ കാർമ്മികത്വം വഹിക്കും. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് കുന്നംകുളത്ത് നാളെ തുടക്കമാകും. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, ആൺ പെൺ വിഭാഗങ്ങളിലായി 98 ഇനങ്ങളിലാണ് കുട്ടി കായിക താരങ്ങൾ മത്സരത്തിനിറങ്ങുക. സീനിയർ ആൺ പെൺ വിഭാഗങ്ങളിലായി 2 ക്രോസ് കൺട്രി മത്സരങ്ങൾ നടക്കും. 3 ദിവസങ്ങളിലായി 3668 കുട്ടികളാണ് കായികോത്സവത്തിൽ പങ്കെടുക്കുക. ഒരു ദിവസം ഏകദേശം 1500ഓളം താരങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും ഭക്ഷണമൊരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം ചന്തയിലെ പലചരക്ക് കയറ്റിറക്ക് തൊഴിലാളികളുടെ കൂലി പുതുക്കി നിശ്ചയിച്ചു. തൊഴിലാളി യൂണിയനുകളും വ്യാപാരി പ്രതിനിധികളും നേരിട്ട് നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. കോട്ടപ്പുറം ചന്തയിലെ കയറ്റിറക്ക് കൂലി 2 വർഷം കൂടുമ്പോഴാണ് പുതുക്കി നിശ്ചയിക്കുന്നത്. ഒക്ടോബർ 1 കരാർ കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് വ്യാപാരികളും തൊഴിലാളികളും യൂണിയൻ നേതാക്കളും നേരിട്ട് ചർച്ച ചെയ്ത് ധാരണയിലെത്തുകയായിരുന്നു. വ്യാപാരി സംഘടനകളെ പ്രതിനിധീകരിച്ച EA ബഷീർ, സാജു സെബാസ്റ്റ്യൻ, KS അബ്ദുൽ ഖാദർ, MJ ടോമി തുടങ്ങിയവരും തൊഴിലാളി യൂണിയനുകളെ പ്രതിനിധീകരിച്ച AS സിദ്ധാർത്ഥൻ, KS ഖൈസാബ്, OC ജോസഫ്, ബാബു കളത്തേരി എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. പറപ്പൂർ മിൽക്ക് സൊസൈറ്റിയിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് തോളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KJ പോൾസന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച് സെക്രട്ടറി PK രാജൻ ഉദ്ഘാടനം ചെയ്തു. മുൻ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലൈജു C എടക്കളത്തൂർ, വിചാർ വിഭാഗ് ജില്ലാ ചെയർമാൻ ജെയിംസ് ചിറ്റിലപ്പള്ളി, തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും തൃശൂർ IMAയും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി അധ്യക്ഷത വഹിച്ചു. IMA ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ SM
ബാലഗോപാലൻ ബോധവൽക്കരണ ക്ലാസ് നടത്തി. പ്രിൻസിപ്പാൾ സ്മിത പി ജോസ്, PTA പ്രസിഡന്റ് CC ജോസഫ്, പ്രധാന അധ്യാപകൻ KK ഫ്രാൻസിസ്, NSS പ്രോഗ്രാം ഓഫീസർ KN സോന തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങൾക്ക് മികച്ച ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയും കർഷകർക്ക് കൂടുതൽ ആദായം ലഭിക്കുകയും ചെയ്യുന്ന ചാലക്കുടി നഗരസഭയുടെ നാട്ടുചന്ത പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ അങ്കണത്തിൽ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 10 മണിക്കാണ് ചന്ത നടക്കുക. വിവിധ കാർഷിക സംഘങ്ങൾ നേരിട്ട് പച്ചക്കറികൾ ഇവിടെ എത്തിക്കും. ഇടനിലക്കാരില്ലാത്തതിനാൽ ഉപഭോക്താക്കൾക്ക് ആദായ നിരക്കിൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷൻ KV പോൾ, കർഷക സമിതി പ്രതിനിധി പോൾ T കുര്യൻ എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കായി കലോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, പഞ്ചായത്ത് അംഗങ്ങളായ PH ബാബു, ഹേന രമേശ്, ഷിനി സതീഷ്, ഷൈജ ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കാക്കശ്ശേരി സെന്റ് മേരീസ് ദേവാലയത്തിലെ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെയും വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെയും സംയുക്ത തിരുനാളിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. 17 വൈകിട്ട് 5:30 തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഫാദർ ആന്റണി ചെമ്പകശ്ശേരി കൊടിയേറ്റം നിർവഹിക്കും. 25-26 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ വികാരി ഫാദർ അജിത് കൊള്ളന്നൂർ, ട്രസ്റ്റിമാരായ CJ തോമസ്, EA കുര്യാക്കോസ്, സോണി ജോസ്, ജനറൽ കൺവീനർ ഫ്രൊജോ ചുങ്കത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ SC വിഭാഗക്കാർക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, ഷീജ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ്. ഇന്നും നാളെയും മധ്യതെക്കൻ ജില്ലകളിൽ പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. ഇനി വാണിജ്യം. ഫർണിച്ചർ നിർമ്മാണ വിപണന രംഗത്ത് 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ചൊവ്വൂരിലെ ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചർ ആകർഷകമായ ഡിസ്കൗണ്ടുകളുമായി ദീപാവലിയെ വരവേൽക്കാനൊരുങ്ങി. ഫർണിച്ചർ ഗ്രാമമായ ചൊവ്വൂരിൽ ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചറിന് 3 ഷോറൂമുകൾ ആണുള്ളത്. സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതിനാൽ ഗുണനിലവാരത്തിൽ മികവാർന്നതാണ് ഇവിടുത്തെ ഫർണിച്ചറുകൾ. സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാരുടെയും ഇഷ്ടത്തിനിണങ്ങുന്ന ഡിസൈനുകളിൽ ഈട്ടി, തേക്ക്, മഹാഗണി തുടങ്ങിയ മികച്ച ഇനം മരങ്ങളിൽ നിർമ്മിച്ച ഫർണിച്ചറുകളുടെ വിസ്മയ ലോകമാണ് ഈ ഷോറൂമുകളിൽ കസ്റ്റമേഴ്സിനെ കാത്തി. ഫർണിച്ചറുകൾ, ന്യൂജൻ ഡിസൈൻ ഫർണിച്ചറുകൾ തുടങ്ങിയവ ഇവിടത്തെ സവിശേഷതയാണ്. ചൊവ്വൂർ ചെറിയ കപ്പേളയ്ക്ക് സമീപമുള്ള പുതിയ ഷോറൂമിൽ പുല്ലോക്കാരൻ ബ്രാൻഡഡ് ഫർണിച്ചറുകളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിട്ടുണ്ട്. കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം 3 ഷോറൂമുകളിലും EMI സൗകര്യം ലഭ്യമാണ്. എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്ന ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചറിന്
ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഗ്രാമിന് 11,815, പവന് 94,520. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ. അന്തരിച്ച മുൻ MLA ബാബു എം പാലിശ്ശേരിക്ക് പ്രണാമം അർപ്പിച്ച നാട്. കൊരട്ടിക്കരയിലെ സംസ്കാര ചടങ്ങിനെത്തിയത് ആയിരങ്ങൾ. അമ്മയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ മകന് ജീവപര്യന്തം കഠിന തടവ്. വടക്കേക്കാട് സ്വദേശി മനോജ് കുമാറിനെയാണ് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. ഇരിങ്ങാലക്കുടയിൽ 108 ഗ്രാം MDMA-യുമായി യുവാവ് പോലീസ് പിടിയിൽ. പുതുപ്പൊന്നാനി സ്വദേശി ഫിറോസാണ് പിടിയിലായത്. വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നതിലെ കണ്ണിയാണ് പ്രതിയെന്ന് പോലീസ്. മോട്ടോർ പ്രവർത്തിക്കാൻ വൈദ്യുതി എത്തിയില്ല. കാട്ടൂർ തെക്കുംപാടത്തെ കർഷകർ കൃഷി ഇറക്കാൻ കഴിയാതെ പ്രതിസന്ധി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.